Hi everyone, today we are going to study some of the problems connecting with the radiation heat transfer. So in the first problem, two large plates are maintained at temperature of 900 Kelvin and 500 Kelvin respectively. Each plate has area of 6 meter square. Okay, 6 meter square. Compare the net heat exchange between the plates for the following cases. Both the plates are black. Okay, so in first condition both plates are black. Second condition, plates have an emissivity of 0.5. so in case 1, emissivity is equal to epsilon 1 is equal to epsilon 2 is equal to 1 for a black body, that you know. So നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? Q12 net is equal to a sigma T1 raised to 4 minus T2 raised to 4 divided by 1 by epsilon 1 plus 1 by epsilon 2 minus 1 ആണ്. സോ ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് നമുക്കറിയാം, ഈ പറയുന്ന റെസിസ്റ്റൻസ് എല്ലാം കൂടെ. അപ്പോൾ രണ്ട് പ്ലേറ്റ്സ് ഇരിക്കുകയാണ്. രണ്ട് പ്ലേറ്റ്സ് എന്താണ്? പാരലായിട്ടിരിക്കുകയാണ്. ഈ പാരലായിട്ടിരിക്കുന്ന പ്ലേറ്റ്സിൽ നമുക്കറിയാം, രണ്ട് പാരൽ പ്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരിടത്തുനിന്ന് വേറൊരിടത്തോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് സർഫസ് റെസിസ്റ്റൻസും ഒരു സ്പേസ് റെസിസ്റ്റൻസും ഉണ്ട്. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു ഡെറിവേഷനാണ് എന്താ ഈ പറയുന്ന 1 by epsilon 1 plus 1 by epsilon 2 minus 1. അപ്പോൾ അത് ഓർത്തിരിക്കുക എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സർഫസ് റെസിസ്റ്റൻസും സ്പേസ് റെസിസ്റ്റൻസും. ഇനി എ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 6 മീറ്റർ സ്ക്വയർ എന്ന് ഞാൻ പറഞ്ഞു. സിഗ്മയുടെ വാല്യൂ എത്രയാണ്? 5. അതെന്താണ് സിഗ്മ? സ്റ്റെഫാൻസ് ബോൾട്സ്മാൻസ് കോൺസ്റ്റൻറ്റ്. സോ 5.67 into 10 raised to -8 ആണ്. സോ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എപ്പോഴും കെൽവിനിൽ എടുത്തിട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്യുമ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു വാല്യൂ 273 എന്ന് പറയുന്നത് പ്ലസ് രണ്ടിടത്തും വരുന്നതുകൊണ്ട് അത് രണ്ടിടത്ത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും കെൽവിനിൽ ഉപയോഗിച്ചേ ചെയ്യാവുള്ളൂ, സിൻസ് ഇറ്റ് ഈസ് റേസ്ഡ് ടു ദ പവർ 4. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ടെക്സ്റ്റിൽ എല്ലായിടത്തും നമ്മൾ ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ 10 raised to -8 ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ടെമ്പറേച്ചർ കെൽവിനിലായിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഡിവൈഡ് ബൈ 100 ചെയ്യേണ്ട. എന്നിട്ട് ഇവിടെ എന്ത് വരും? 10 raised to -8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് വാല്യൂ. അപ്പം നമ്മളിവിടെ ചെയ്യുമ്പോഴത്തേക്ക് epsilon 1 epsilon 2 രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതെന്തായിരിക്കും? ബ്ലാക്ക് ബോഡി ആയതുകൊണ്ട് അത് രണ്ടും 1 ആയി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്തായി? Q12 net is equal to 201.9 into 10 raised to 3 watt എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഈ രണ്ടാമത്തെ കേസ് നമ്മൾ എപ്സിലോണിൻ്റെ വാല്യൂ, എമിസിബിറ്റി എന്ന് പറയുന്ന സാധനം 0.5 ആയിട്ട് മാറി. അപ്പം ആ കേസിൽ എങ്ങനെയായിരിക്കും ഈ പറയുന്ന എമിസിബിറ്റി എന്ന് പറയുന്നത്? 0.5. ബാക്കിയെല്ലാം അതുപോലെ തന്നെ സെയിം വാല്യൂസ് ആണ്. ഇവിടെ എന്താണ്? 0.5 ആയിട്ട് വരും. സോ യു വിൽ ഗെറ്റ് അറൗണ്ട് 67,300 വാട്ട് എന്നൊരു വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഏത് കേസിലായിരിക്കും എമിസിബിറ്റി കൂടുതൽ? എമിസിബിറ്റി കൂടുതൽ ഈ കേസിൽ ഇവിടെ എന്ന് പറയുമ്പോൾ 201,900 വരും അല്ലേ? അപ്പം ആ വാല്യൂ ആണ് കാരണം ഇവിടെ എമിസിബിറ്റി കുറവാണ്. എമിസിബിറ്റി കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ കുറയാന്നാണ് അർത്ഥം. അപ്പം അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ഓർത്താൽ മതി. ഒരു ബോഡി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എമിസിബിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ അതായിരിക്കും കുറവായിരിക്കും. എമിസിബിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ കുറവും. എമിസിബിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതലായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ബോഡിക്കാണ് എന്താ ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉള്ളത് മനസ്സിലാക്കി വെക്കുക. സോ നൗ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് പ്രോബ്ലം. ദ ഫിലമെന്റ് ഓഫ് എ 75 watt light bulb may be considered as a black body radiating into a black enclosure at 70 degrees Celsius. The filament diameter is 0.1 millimeter and length is 5 centimeter. Considering the radiation, determine the filament ടെമ്പറേച്ചർ. അപ്പം ഇതാണ് നമ്മുടെ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഇതിലോട്ട് നമ്മൾ എന്ത് വരുന്നു? കറണ്ട് എങ്ങനെയൊക്കെയും ഇതിലേക്ക് വരുന്നുണ്ട്. അത് നമ്മളിപ്പം ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിൻ്റെ ഡയമെൻഷൻ പറയുന്നുണ്ട് എത്രയാണ്? 0.1 mm. സോ ഇറ്റ് ഇസ് ലൈക്ക് എ തിൻ വയർ. സോ യു ക്യാൻ അസ്യൂം ദാറ്റ് ആസ് എ സിലിണ്ടർ അല്ലേ? അപ്പോൾ ഒരു സിലിണ്ടറായിട്ട് അസ്യൂം ചെയ്യാം. ഇനിയും ഈ വയറിൻ്റെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന ബേസ് രണ്ടും നെഗ്ലക്ട് ചെയ്യാം. കാരണം എന്താണ്? ഇത് നമുക്ക് ഒരു വലിയ വാല്യൂ അല്ല കമ്പയറിംഗ് വിത്ത് ദിസ് ലാറ്റർ സർഫസ് ഏരിയ. ഓക്കെ, സോ യു ക്യാൻ avoid that. So you have to consider only the lateral surface area. Okay, അപ്പം സർഫസ് ഏരിയ ഇത് വേണമെന്ന് ഞാൻ പറഞ്ഞു. LSA വേണം, TSA വേണ്ട. കാരണം ബേസ് രണ്ടും എന്താണ്? നെഗ്ലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വെരി മൈന്യൂട്ടായിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് ആ ഏരിയയിൽ കിട്ടുന്നത്. ഒരു വയർ എടുത്താൽ നിങ്ങൾക്കറിയാം ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറിയ കമ്പയറിംഗ് വിത്ത് ദ ലെങ്ത്. സോ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ബ്ലാക്ക് എൻക്ലോസറിനകത്ത് ഇത് വെച്ചേക്കാണ്. സോ 70 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ആംബിയൻറ്റ്. അതാണ് ഉദ്ദേശിച്ചാൽ മതി. 70 ഡിഗ്രി സെൽഷ്യസ് ആണ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഈ പറയുന്ന ഹീറ്റ് ഈ ഫിലമെൻറ്റിൽ നിന്നും പുറത്തോട്ട് എന്താ ചോദിച്ചേക്കുന്നത്? ഡിറ്റർമിൻ ദ ഫിലമെൻറ്റ് ടെമ്പറേച്ചർ. ഫിലമെൻറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം.
അവിടെ എന്തുമാത്രം ഹീറ്റ് പുറത്തോട്ട് വരുന്നുണ്ട്, അത് യൂസിങ് എൻ എക്സ്റ്റേണൽ സോഴ്സ് യു ആർ ഗിവിംഗ് ഔട്ട് എൻ എമൗണ്ട് ഓഫ് 75 വാട്ട്, അത് പുറത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് ഇക്വേഷനിലേക്ക് ഡയറക്റ്റായിട്ട് പോകും. Q ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ എ T1⁴ മൈനസ് T2⁴ നമുക്കറിയാം. ഇനി ഈ പറയുന്നിടത്ത് കണ്ടില്ലേ എന്താണ് 75 എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് പുറത്തോട്ട് വരുന്നത്. സിഗ്മ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്, ദെൻ 1 എന്ന് പറയുന്നത് എന്താണ് എമിസിവിറ്റി, പിന്നെന്താണ് വരുന്നത് ഈ പറയുന്ന 0.1 ഇൻറ്റു 10⁻³ അല്ലേ, 10⁻³ 0.1 ഇൻറ്റു 10⁻³ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുകയും ഈ പറയുന്ന വാല്യൂ എങ്ങനെ 5 ഇൻറ്റു 10⁻² അല്ലേ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുകയും വന്നു. പിന്നെന്താണ് ഈ പറയുന്ന വാല്യൂ പൈ എവിടെ നിന്ന് വന്നു, പൈ എന്ന് പറയുന്നത് പൈ DL ആണ്, എന്ത് ലാറ്റർ സർഫസ് ഏരിയ ഓഫ് ദാറ്റ് സിലിണ്ടർ അല്ലേ വയറിൻ്റെ. സോ ഇവിടുന്ന് T1⁴ മൈനസ് 343 എങ്ങനെ 273 പ്ലസ് 70 ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ ഇവിടെ കിട്ടി. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ഹിയർ. അപ്പം അതിട്ട് വരുമ്പോഴത്തേക്ക് എന്തായി ഈ പറയുന്ന വാല്യൂ T1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ പറയുന്ന ഇതിൻ്റെ സർഫസ് വാല്യൂ ആയിരിക്കും. സോ യു വിൽ ഗെറ്റ് T1 = 302 മൈനസ് 273 ദാറ്റ് 2756 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റനിൽ ഡിഗ്രി സെൽഷ്യസ് തന്നിരിക്കുന്നെങ്കിൽ അവസാനം കിട്ടുന്ന വാല്യൂവിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കാം. സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ ഒബ്റ്റെയിൻ ദ വാല്യൂ ഫോർ ദിസ്. ഓക്കെ, ക്ലിയർ? Now, two large parallel plates with emissivity 0.3 and 0.5. So 0.3 ഉള്ള ഒരു പ്ലേറ്റും ഉണ്ട്, 0.5 ഉള്ള ഒരു പ്ലേറ്റും ഉണ്ട്. ആർ മെയിൻറ്റൈൻഡ് അറ്റ് ടെമ്പറേച്ചർ ഓഫ് 527 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, എഗെയിൻ എപ്പോഴും ഓർത്തിരിക്കണം, എപ്പോഴും ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നത്. കാരണം തെറ്റിക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ അല്ലെങ്കിൽ മെഷറിംഗ് ഡിവൈസിൽ അങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ 227 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും, 127 ഡിഗ്രി സെൽഷ്യസും കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ ടു പ്ലേറ്റ്സ്. അതിനിടയ്ക്കോട്ട് ആരെ കൊണ്ടുവച്ചു, എ ഷീറ്റ് റേഡിയേഷൻ ഷീൽഡ് ഹാവിംഗ് എമിസിവിറ്റി ഓഫ് 0.05. ഓക്കെ, 0.05 ഓൺ ബോത്ത് സൈഡ്സ് ഇസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ കാൽക്കുലേറ്റ് ദ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ. ഓക്കെ, കാൽക്കുലേറ്റ് എന്താണെന്നുള്ളത് ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ ഓർത്തിരിക്കുക എന്താണ് കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കണം. അതായത് ഒരു ഹീറ്റ് വെച്ച് ഒരു ഷീൽഡ് വെച്ച് കഴിയുമ്പോൾ എന്തുമാത്രം ഹീറ്റ് അവിടെ കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലേറ്റ്, സെക്കൻഡ് പ്ലേറ്റ്, ഇതിനിടയ്ക്ക് ഒരു ഷീൽഡ് വരുന്നു. ഇനിയും നോക്കിയും ഏതൊക്കെയാണ് ഇവിടെ റെസിസ്റ്റൻസ് എന്ന് ആദ്യം കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം ആദ്യം ഇതില്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയുള്ളൂ, ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സർഫസ് റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ വന്ന് കയറുന്ന ഒരു സർഫസ്, ഇതിനിടയ്ക്കുന്നുണ്ട് ഒരു സ്പേസ് റെസിസ്റ്റൻസും ഉണ്ട്. ഇനിയും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഇവിടെ നിന്ന് ഇറങ്ങുന്ന റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ വന്ന് കയറുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു സ്പേസ് റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഇവിടെ കയറുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പം മൊത്തം 3 റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത് എത്ര റെസിസ്റ്റൻസ് ആയിട്ട് മാറി, 6 റെസിസ്റ്റൻസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പം വിത്തൗട്ട് ഷീൽഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ, ഇവന്മാരെല്ലാം എടുത്ത് കളയാം അല്ലേ, ഇതിനിടയ്ക്ക് ഒരു സ്പേസ് റെസിസ്റ്റൻസ് വരുന്നുള്ളൂ. ദാറ്റ് യു ക്യാൻ ഒബ്റ്റെയിൻ സിഗ്മ ഇൻറ്റു T1⁴ മൈനസ് T2⁴ ഡിവൈഡ് ബൈ 1/ε1 പ്ലസ് 1/ε2 മൈനസ് 1. ഇത് നമുക്ക് ചെയ്യാൻ അറിയാവുന്ന കാര്യമാണ് അല്ലേ. സോ വിത്തൗട്ട് ഷീൽഡ് വരുമ്പോഴത്തേക്കും, വിത്തൗട്ട് ഷീൽഡ് എന്ന് പറയുന്നത് 50, ഇത് വിത്തൗട്ട് ഷീൽഡാണ് നമ്മുടെ വാല്യൂ, ഇതിൻ്റെ വാല്യൂ കിട്ടി. ഇനി വിത്ത് ഷീൽഡ് വരുമ്പോൾ എന്തായി സംഭവിക്കുന്നത്, നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എല്ലാം കൂടി ഇവിടെ എടുത്തിരണം. അപ്പം ഇവിടം വരെയുള്ള റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. പ്ലസ് ഫ്രം 3 to 2 എന്താണ്, ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഇത് രണ്ടും ഇവിടെ വരും, ഡിനോമിനേറ്റർ വരും. ഈ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 859.45 വാട്ട് പെർ മീറ്റർ സ്ക്വയർ വാല്യൂ കിട്ടി. അപ്പോൾ നോക്കി, നേരത്തെ 5000 ആയിരുന്നത് ഇപ്പോൾ എത്രയായിട്ട് മാറി, 859 ആയിട്ട് മാറി. അപ്പം മനസ്സിലാക്കുക, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇവിടെ നമുക്ക്. ഇനി ചില പ്രോബ്ലത്തിനകത്ത് ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. അതായത് ഈ പ്ലേറ്റിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെയൊക്കെ കണ്ടക്ഷനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിനിടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവന്മാർ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുക, ഡിവൈഡ് ബൈ എന്ത് ഇവിടെയുള്ള റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ ഇതിനിടയ്ക്കുള്ള എന്ത് റെസിസ്റ്റൻസ് നമ്മൾ ചെയ്യുന്നതായിരുന്നു. കാരണം നമുക്കറിയാം ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, കറണ്ടിന് സമാനമായിട്ടാണെന്ന് നമ്മൾ പറയുന്നത്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന എന്തായിരിക്കും, സെയിം ആയിട്ടായിരിക്കും നമുക്ക് എടുക്കുക. സോ ഹിയർ യു ക്യാൻ ടേക്ക് ദാറ്റ്
Q13 ഈസ് ഈക്വൽ ടു Q32. ഓക്കെ, ആ ഒരു അസംഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ. അപ്പം ഇതാണ് നമുക്ക് ഒരു സാധാരണ ഒരു പ്രോബ്ലം ചോദിക്കുന്നത്. സോ ഫൈൻഡ് ദ റിഡക്ഷൻ ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഒരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം റിഡക്ഷൻ ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് സാധാരണ ചോദിക്കാതെ, അതുകൂടാതെ ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചറും ചോദിക്കാറുണ്ട്, ടെമ്പറേച്ചർ ഓഫ് ദ ഷീൽഡിംഗ് പ്ലേറ്റ് അതും ചോദിക്കാറുണ്ട്. അപ്പം സാധാരണ ഗതിയിൽ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഓർക്കണം, എമിസിബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കുറവുള്ള വാല്യൂ ഉള്ള സാധനമായിരിക്കും എന്ത്, ഈ പറയുന്ന ഷീൽഡായിട്ട് വെക്കുക. എന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ പറയുന്നതിൻ്റെ ഹീറ്റ് റിഡക്ഷൻ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഓർത്തിരിക്കുക. സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ സോൾവ് ദ പ്രോബ്ലംസ് ഇൻ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഇനിയുള്ളത് ഒരു 3 അസൈൻമെൻറ്റ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ റിഡക്ഷൻ ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ആദ്യത്തെ 2 പ്രോബ്ലങ്ങളിൽ പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം, എന്താ, ടെമ്പറേച്ചർ ഓഫ് ദ ഷീൽഡ് പ്ലേറ്റ് അത് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം ആദ്യത്തെ 2 പ്രോബ്ലത്തിനകത്തും. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. പിന്നെ വരുന്നതെന്ന് പറയുന്നത് 3ാമത്തെ പ്രോബ്ലമാണ്. ഇത് നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. യൂസ് ദ മെത്തേഡ് ഓഫ് ഇലക്ട്രിക്കൽ അനലോഗി. ഓക്കെ, സോ now you can solve these 2 problems and submit your assignment on or before 9th. Okay, 9th May. Okay, so you can submit the assignment on 9th. Okay, so go through the problems and if in doubt just revert a message. Okay, thank you.